അത്തരത്തിൽ വിശ്വസിക്കുന്നില്ല. ഖുർആനിലത്തെ ഓരോ സൂറത്തുകളും തുടങ്ങുന്ന ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട്, അതായത് കാരുണ്യവാനായ ദൈവത്തിന്റെ പേരിൽ തുടങ്ങുന്നു. അത് തുടങ്ങുന്നതിന്റെ മുമ്പേ ഏത് സൂറത്തിന്റെ മുമ്പ് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ചെകുത്താനിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു എന്ന് ചോദിക്കണം. അത് ഓനോട് അവന്റെ നാട്ടിലെ പള്ളിയിലത്തെ മദ്രസയിലെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ള വിവരമുള്ളതുകൊണ്ട് ഞാൻ അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. പിന്നെ ഖുർആനില് നിരോധിക്കപ്പെട്ട സിഹിർ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് ഖുർആൻ ഗണ്ണിച്ചിട്ട് ചെയ്യുന്നത് ഹറാമാക്കി നിഷിദ്ധാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഉള്ളത് കൊണ്ടാണല്ലോ നിഷിദ്ധാക്കിയത്. അതായത് മറ്റൊരുത്തനെ ദ്രോഹിക്കുന്ന കാര്യമാണ് നമ്മൾ അഭയം തേടുന്നത്. ഒരു ക്ലാസ് എടുക്കുമ്പോ, ഒരു ലെക്ചർ ക്ലാസ് എടുക്കുമ്പോ അവിടെ ഒരു കള്ളൂടിയം വന്ന് അലമ്പുണ്ടാക്കാൻ അങ്ങേര് സമ്മതിക്കുമോ? ആദ്യം അവരെയൊക്കെ മാറ്റി നിർത്തി മാന്യമായ ഒരു സദസ്സിനെയാണ് ക്ലാസ് എടുക്കുക. അതുപോലെ തന്നെ ദൈവികമായ ഒരു കാര്യത്തിൽ ഇടപഴകുമ്പോൾ നെഗറ്റീവ് എനർജി മാറ്റി നിർത്താനായിട്ട് ശൈത്താനിൽ നിന്നും അഭയം തേടും. അതിനർത്ഥം ശൈത്താൻ അള്ളാഹുവിനേക്കാളും പവർ ഉണ്ടെന്നല്ല. അത് മറ്റ് ചിന്തകൾ വരും. നമ്മൾ ഖുർആൻ ഓതുന്ന അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് കണ്ട സിനിമയുടെ ചിന്ത വരാം, പാട്ടിന്റെ ചിന്ത വരാം, അല്ലെങ്കിൽ ദുഷ്ചിന്തകൾ പലതും വരാം. അതിൽ നിന്നുമൊക്കെ ഒരു മുക്തി നേടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ശൈത്താനിൽ നിന്നും. വിശ്വസിക്കുന്നുണ്ടോ? ഈ മുസ്ലിയാരുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചെല്ലും, നിങ്ങളൊക്കെ